ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബാലാസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് എൻ്റെ സ്കൂളിൽ 10ാം ക്ലാസ്സിൻ്റെ ഫെയർവെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫെയർവെല്ലിന് പോകാൻ പോവുകയാണ്. അപ്പോൾ സമയം ഇവിടെ 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി ഒരുങ്ങിയിട്ട് വരാം കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതാണ് ഔട്ട്ഫിറ്റ്. ഇപ്പം ഇനി നമുക്ക് സ്കൂളിലോട്ട് പോകണം. ഇനി ഇതാണ് കേട്ടോ നമ്മുടെ പിക്കുമോൻ. ഞാൻ വെളി ഇറങ്ങിയപ്പോൾ അവനെ അമ്മ കൊണ്ടുവന്നു. പിക്കുമോനെ അമ്മ പിക്കുമോളാക്കി കവളത്തൊരു കുത്തൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ കൊച്ചാലമൂട്ടിയിൽ നിന്ന് ബസ് കയറി സ്കൂളിലോട്ട് വന്നു. ഇതാണ് നമ്മുടെ സ്കൂള്, ബിഷപ്പ് ഹോഡ്ജസ് ഹയർ സെക്കൻഡറി സ്കൂൾ. പിന്നെ ഞങ്ങളുടെ ക്ലാസ് 2nd ഫ്ലോറിലാണ്. ഞാൻ ക്ലാസ് വന്നപ്പം അവിടെ ആരും ഇല്ലായിരുന്നു, ഓഡിറ്റോറിയത്തിലോട്ട് പോയിരിക്കുമായിരുന്നു. പിന്നെ ഇതാണ് സ്കൂളിൻ്റെ 2nd ഫ്ലോറിൽ നിന്നുള്ള വ്യൂ. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് തിരിച്ച് വന്നപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ഇത് ബോയ്സ് വാങ്ങിച്ച കേക്കാണ്, ടീച്ചർ കട്ട് ചെയ്തു. പിന്നെ ഇതാണ് എൻ്റെ കൂട്ടുകാർ. ഞങ്ങളുടെ ക്ലാസ് ഫുള്ളുണ്ട് കേട്ടോ. ഇന്ന് എല്ലാവരും പ്രസൻ്റ് ആയിരുന്നു. പിന്നെ ടീച്ചർ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തു. ഇതാണ് ഞങ്ങളുടെ ടീച്ചർ, സുജ ടീച്ചർ. ടീച്ചർ ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ കേട്ടോ കാണുന്നത്, നല്ല സ്നേഹമാണ്. ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ ഹോൾ ടിക്കറ്റും ക്ലാസ് ഫോട്ടോയൊക്കെ തന്നു. പിന്നെ ഇവർ അവരുടെ പാട്ട് പ്രാക്ടീസ് ചെയ്യാണ്. പിന്നെ കുറേ നല്ല ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ മീറ്റിങ്ങിന് വീണ്ടും ഓഡിറ്റോറിയത്തിലോട്ട് പോയി. ഹലോ ഗായ്സ്, അപ്പം വ്ളോഗറിൻ്റെ കൂടെ ഞാനുണ്ട്, ഞാനൊരു കുഞ്ഞു വ്ളോഗർ. അവളുടെ പേരാണ് കൃഷ്ണകുറബാട്ടോ. പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞു. ടീച്ചർമാരുടെയൊക്കെ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചു. എല്ലാ ഫെയർവെല്ലിനും ഒരു ചടങ്ങ് പോലെ നടക്കുന്ന കരച്ചിൽ ഞങ്ങളുടെ ഫെയർവെല്ലിനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ബസ് കയറാൻ നിന്നപ്പോൾ അവിടെ നിന്നൊരു സിപ്പപ്പൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ബസ് വന്നപ്പോൾ ബസ്സിൽ കയറി തിരിച്ച് വീട്ടിലോട്ട് വന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പം വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ 5:15 ആയപ്പോൾ പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഈ ടോപ്പ് ഇതെനിക്ക് ഭയങ്കര വലുതായിരുന്നു. മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വന്നപ്പോൾ എന്നെപ്പോലെ ഒരാൾക്കും കയറാനുള്ള വണ്ണം ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിലെ അനുചേച്ചി എനിക്ക് എൻ്റെ അളവിന് കറക്റ്റായിട്ട് വെട്ടി തയ്ച്ച് തന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കിന്ന് ഇത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റി, അല്ലെങ്കിൽ ഫെയർവെൽ കുളമായി പോയതിനെ. അപ്പോൾ അനുചേച്ചിക്ക് ഒത്തിരി താങ്ക് യു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. എനിക്ക് 4-ാം തീയതി പബ്ലിക് എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും ഇടാനുള്ള സമയം കാണത്തില്ല. അത് എൻ്റെ പരീക്ഷ കഴിഞ്ഞ് 25-ാം തീയതി കഴിഞ്ഞ് പരീക്ഷ തീർന്നു കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ വീഡിയോ ഇട്ട് തിരിച്ചു വരും. അതുവരെ ബൈ.